നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡിക്ക് സുപ്രീം കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം. നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയക്കാരുടെ ചട്ടവുമായി പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കോടതി വാക്കാൽ പറഞ്ഞു. മൈസൂരു നഗരവികസന അതോറിറ്റി മൂഡയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതിക്കെതിരെ കേസ് റദ്ദാക്കിയ കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ ED സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ പ്രസ്താവിച്ചത്. കർണാടക ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി EDക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ വോട്ടർമാരോടായിക്കൂടെ എന്നും എന്തിനാണ് അതിന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. സത്യത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം വളരെ ശരിയാണ്. 2014 മുമ്പ് നമ്മൾ EDയെ ഇത്രയേറെ കേട്ടിട്ടില്ല. 2014 മോഡി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ED ഇത്രമേ പ്രസിദ്ധമായത്. തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനും പേടിപ്പിക്കാനും വേണ്ടിയാണ് EDയെ മോഡി ഗവൺമെൻറ് ഉപയോഗിച്ചത്. EDയെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് മോഡി ഗവൺമെൻറ് തൻ്റെ വിമർശകരെയും രാഷ്ട്രീയ എതിരാളികളെയും നിശബ്ദരാക്കി. അതുപോലെ തന്നെ ED കൊണ്ടുവന്ന വേറൊരു കേസിലും സുപ്രീം കോടതി ശക്തമായ വിമർശനം നടത്തി. സുപ്രീം കോടതി അഭിഭാഷകർക്കെതിരെ ED സമൻസ് അയച്ചതിനെതിരെയായിരുന്നു. അതിൽ സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ സകല പരിധികളും വിടുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കും എന്ന്. കേന്ദ്ര ഏജൻസികളെ ഇങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയ സുപ്രീം കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്.